എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീഫ് ബിരിയാണിയാണ്. അതും കുക്കർ ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് ഇതുപോലെ സ്പൈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുക്കറിലൊക്കെ ആകുമ്പോൾ ചിലർക്കൊക്കെ പേടിണ്ടാവും, ഇതെങ്ങനെയാവും ശരിയാവും എന്നൊക്കെ. അതൊന്നും വേണ്ട, ഞാൻ ഇതിന്റെ ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് 1 കിലോ ബീഫും അതിന്റെ ചോറ് അരിയും കൂടെ വെച്ചിട്ടില്ല. അതിന്റെ ഫുൾ ഡീറ്റെയിൽ, അതായത് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ. അപ്പൊ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി പെരിഞ്ചീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഒരു 5 or 6 പിസിലെടുക്കണ വരെ തന്നെ വേവിച്ചെടുക്കണേ. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് അരിയാണ് എടുത്തത്. അപ്പം 1 കിലോ ബീഫിലോട്ട് നമുക്ക് ഏകദേശം ഒരു 3 കപ്പ് തന്നെ ധാരാളം മതിയാവും. കാരണം ആ ബീഫ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം, അപ്പോഴേ നമുക്ക് ഒരിതുണ്ടാവുള്ളൂ. അപ്പം ചോറ് 1 കിലോനാണെങ്കിൽ ഒരു 1.5 അളവിൽ തന്നെ വേണം. അപ്പൊ ആ ഒരു ഇതിലാണെങ്കിൽ ആ ഒരു മസാല മതി എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചോറ് ഒരുപാടും ആവും, ഇറച്ചി കുറവാവും കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനൊരു മീഡിയം സൈസ് ഒരു 4 സവോള എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചെറുതായതിനാലാണ് എടുത്തത്. നിങ്ങൾക്ക് വലിയ സവോളയൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണം തന്നെ ധാരാളം മതിയാവും. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഓയിൽ വെച്ചപ്പം കളർ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനത് ഫ്രൈ ആക്കിയിട്ടില്ല, ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൊണ്ട് നമ്മളെ ഇറച്ചൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ സവോള നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇതുപോലെ നായി കിട്ടണം. ഇനി നമുക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5-2 സ്പൂൺ അളവിൽ തന്നെ വേണം. 1 കിലോ ബീഫ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു മുളക് പൊടി 1.5 സ്പൂണും, മല്ലിപ്പൊടി അതേ അളവ് തന്നെ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം കുറച്ച്, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, പെപ്പർ ഒരു 1.5-2 സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കേ. അപ്പൊ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിപ്പോ ഒന്ന് നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ആക്കാം ഈ ടൈമിൽ. ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യത്തിൽ നമ്മളെ ബീഫ് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആവണം കേട്ടോ. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്താലേ നമ്മൾ എന്താ പറയാ ആ ഒരു ദമ്മിടുമ്പോ ടൈമിൽ നല്ല പോലെ ആയിട്ട് വരുള്ളൂ. ഇനിയിപ്പോ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് 5 സ്പൂൺ അളവിൽ തൈര് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട തൈരാണ്. അപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇതിലേക്ക് അത്യാവശ്യം വേണ്ടത് നമ്മളെ ബിരിയാണി മസാല ഉണ്ടല്ലോ. അത് ഞാനിപ്പോ 1 കിലോയിലേക്ക് ഒരു 1.25 സ്പൂൺ അളവിൽ, അതായത് ടേബിൾ സ്പൂണിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു അളവ് തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പോഴേ നമ്മളെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ വെള്ളം അത്യാവശ്യം ഇല്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെ റൈസ് ഞാൻ വേവിച്ചാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു അളവില് അപ്പൊ ഉപ്പില്ലെങ്കിൽ ടൈമിൽ ഉപ്പും അതുപോലെ തന്നെ മല്ലിച്ചപ്പിന്റെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോ ഇതിലേക്ക് ലാസ്റ്റ് വേണ്ടത് കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണേ. അപ്പൊ ആ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മളെ റൈസൊക്കെ വെന്ത് വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് പറ്റുള്ളൂ. അപ്പൊ റൈസ് കണ്ടങ്ങൾ അപ്പൊ ഏകദേശം 90 അളവിൽ വെന്തിട്ടുണ്ട്. അതായത് ഒരു ലേശം കൂടെ വേകാനുള്ളൂ കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ വെള്ളം, സദാ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ വാഴയുടെ ഇല ഇട്ട് കൊടുക്കാം. വാഴയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മളെ ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടല്ലോ, ആ ഒരു ഇതാക്കി എടുത്തിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ റൈസിനൊക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ റൈസ് ഞാൻ പറഞ്ഞല്ലോ ഒരു 90% വേവാനേ പാടുള്ളൂ. ഒരു കുറഞ്ഞ അളവിൽ നമ്മൾ വേവ് കുറച്ചിട്ട് വേണം ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ ഈ വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് ഒലിഞ്ഞിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള പിന്നെ സവോളയും നമ്മളെ കാഷ്യൂസും അതുപോലെ തന്നെ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ബാക്കി ചോറ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പം സെയിം മെത്തേഡ് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയേ. അപ്പൊ ഇതിലേക്ക് ബാക്കി ക്യാരറ്റും അതുപോലെ തന്നെ നമ്മളെ ഉള്ളി ഫ്രൈ ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഓഫ് ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ബേ ലീഫ് ഞാൻ ചോറ് തിളപ്പിച്ചതിന് അടിയിൽ ഇട്ട് കൊടുത്തതായിരുന്നേ. അപ്പൊ ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ്, ഒരു 2-3 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മളെ ചോറ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെയിൽ ആയിട്ട് വേണ്ടിയിട്ടുള്ളതാ ഈ ഒരു സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നടച്ച് വെച്ചതാ ഇതുപോലെ. ഇപ്പൊ ഞാൻ ഈ ഒരു അളവിലാണ് നന്നായിട്ട് ആവി വരട്ടെ. ആവി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പൊ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒന്ന് സിമ്മാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഞാൻ ഏറ്റവും ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 25 മിനിറ്റ് ആ സിമ്മിൽ തന്നെ കാണുന്നത് നല്ല ദമ്മായിട്ട് തന്നെ നമ്മളെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ ആവിയൊക്കെ പറഞ്ഞ നല്ല
എന്താ പറയുക, അത് തുറക്കുമ്പോൾ അപ്പാര സ്മെൽ തന്നെയാണ് കേട്ടോ. അത്രക്ക് പെർഫെക്ഷനോട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. കുക്കർ ബിരിയാണി പെർഫെക്ഷനോട് കൂടി തന്നെ നല്ലൊരു സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറിലൊക്കെ എല്ലാം കടന്നിട്ട് ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിലൊന്നും പറ്റി പിടിച്ചേ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ റൈസ്ക്ക് ഈ ഒരു വെള്ളമൊക്കെ ചേർന്നിട്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പം ഇനിയിപ്പോൾ വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യുക. പിന്നെ നമ്മളെ റൈസ് ഓൾറെഡി നമ്മൾ ഊറ്റിയെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഊറ്റിയെടുക്കുമ്പോൾ എന്താ വെച്ചാൽ പശകളൊക്കെ ഒന്ന് പോയാൽ നമ്മളെ ഈ ബിരിയാണി ദമ്മിടുന്ന ടൈമിൽ ബിരിയാണിക്കും തന്നെ നല്ലൊരു സ്മെൽ ഇതായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ റൈസ് വേവിക്കണ വീഡിയോ ഒന്നും ഇതിലില്ല, കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരു വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഏലക്ക, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ബേ ലീഫ് ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്ത് വേവിച്ചെടുത്തുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 10% വേവ് കുറച്ചിട്ട് വേണം നമ്മൾ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ദം കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാം. അരമണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്താ പറയുക ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് താഴെ എന്തായാലും പറയാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് ഇൻഷാ അല്ലാഹ് അതുപോലെ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.